ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിട്ടിലൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ അത്. ബ്രെഡും മുട്ടയും നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ മുട്ട ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മയോണൈസാണ് ചേർക്കുന്നത്. അപ്പോൾ മയോണൈസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത് സവാളയാണ്. സവാള 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറുതായി കട്ട് ചെയ്ത ടൊമാറ്റോയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം. തക്കാളി എടുക്കുമ്പോൾ അതിൻ്റെ പൾപ്പൊക്കെ കളഞ്ഞിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് എടുക്കാം, ക്യാബേജ് എടുക്കാം, അതുപോലെ കുക്കുംബറൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. വിനാഗിരിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസും ചേർക്കാം. പിന്നെ 2-3 ഐറ്റം വെജിറ്റബിൾസ് എടുത്താലും മതി കേട്ടോ, കൂടുതലൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിലോട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കെച്ചപ്പ് ആക്കി കൊടുക്കാം. പിന്നെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആക്കുന്നതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ചില്ലി സോസും കൂടെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കുക. ഒരു ബ്രെഡിലാക്കിയാൽ മതി. പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ സാൻഡ്വിച്ച് ബ്രെഡൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്താൽ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബ്രെഡാണ് എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ മറ്റേ ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യായാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തത്. അപ്പോൾ നെയ്യിലിട്ടിട്ട് നമ്മൾ ഈ സാൻഡ്വിച്ച് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡുമാക്കി കൊടുത്താലും മതി കേട്ടോ നെയ്യ്. അപ്പോൾ മുകളിൽ ഞാനിതുപോലെ ബ്രെഡുമേ നെയ്യ് 1 ടേബിൾ സ്പൂൺ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാൻഡ്വിച്ച് വേറെ രീതിയിലും ചെയ്യാം. ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് ആക്കി കൊടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മയോണൈസൊക്കെ ചൂടാക്കി എടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് ഇത് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ബ്രെഡ് ഇരിക്കുന്നത്, കാരണം നമ്മൾ നെയ്യിലാണ് ടോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫില്ലിങ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. മയോണൈസും എഗ്ഗും വെജിറ്റബിൾസും ഒക്കെ ചേർന്ന നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്